നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വിങ്കയുടെ സീഡ്സ്, ഹാങ്ങിങ് വിങ്കയുടെ സീഡ്സാണ് കേട്ടോ, ഞാൻ ദാ കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് കിളിപ്പിക്കാൻ വെക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. വിങ്കയുടെ സീഡ്സ് ഇത്രയും ചെറുതാണ്, നമ്മൾ നല്ല പഴുത്ത സീഡ്സ് എടുത്ത് കളക്ട് ചെയ്തതാണ് കേട്ടോ. റെഡ് ഹാങ്ങിങ് വിങ്കയുടെ സീഡാണ്. അപ്പോൾ ഈ സീഡ്സ് നമുക്ക് ജെർമിനേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സീഡ്സ്. ഞാൻ എല്ലാ സീഡ്സും അതിൽ നിന്ന് അതിൻ്റെ കവറിൽ നിന്ന് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതെങ്ങനെ ജെർമിനേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് എല്ലാം ജെർമിനേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. അത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. മണ്ണിനകത്ത് നേരിട്ട് ഇത് കിളിപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മണ്ണിനകത്ത് പല അസുഖങ്ങളുണ്ടാവും, ഫംഗസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മൊത്തം സീഡ്സും കിളുത്ത് കിട്ടാറില്ല. അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണിൽ നിന്നല്ലാതെ നമുക്ക് കിളിപ്പിക്കാൻ വേണ്ടി ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറാണ്. നമ്മൾ സാധാരണ മണ്ണിലാണ് എല്ലായ്പ്പോഴും വിങ്കയുടെ സീഡ്സ് കിളിപ്പിക്കാനായിട്ടൊക്കെ വെക്കുക. എല്ലാത്തിൻ്റെ വിത്തുകൾ നമ്മൾ മണ്ണിൽ നേരിട്ട് പാകാറാണല്ലോ പതിവല്ലേ. പക്ഷേ നമ്മൾ ഇതൊന്നും മണ്ണിനകത്ത് നേരിട്ട് പാകാതെ ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനകത്ത് പലവിധ അസുഖങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഈ അസുഖങ്ങളെല്ലാം നമുക്ക് വിത്തുകൾ കിളുക്കാൻ ബുദ്ധിമുട്ടായി വരും. അത് കാരണം നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്ത് പ്രത്യേക സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കിളിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സൊല്യൂഷൻ എന്നാന്ന് നോക്കാവേ. ഇതുപോലൊരു ബൗൾ എടുക്കുക. ഞാനൊരു 2-3 സ്പൂൺ വെള്ളം മതി, അത് മതി. ഈ സ്പൂണിന് ഞാൻ ഒരു 3 സ്പൂൺ വെള്ളമാണ് ഒഴിക്കുന്നത്. ടിഷ്യൂ പേപ്പർ നനഞ്ഞിട്ട് അത്രയും പോലും വേണ്ട കേട്ടോ. 3 സ്പൂൺ വെള്ളം ഒഴിച്ചു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണ് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഒഴിക്കുന്നത്. ഇത് 3% ഹൈഡ്രജൻ പെറോക്സൈഡാണ്. നമ്മുടെ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒത്തിരി എഫക്റ്റീവാണ് പല കേസിലും. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമുക്കിതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു ഡിസിൻഫെക്റ്റൻ്റാണ്, അണുനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരു 1/2 സ്പൂണ് വേണ്ട, 1/4 സ്പൂണ് പോലും വേണ്ട, കുറച്ച് ഇത് മതി കണ്ടോ. ഇതിന് ഒരല്പം ഇച്ചിരി ഞാൻ ഒഴിക്കുകയാണ്. കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കൂടുതൽ അളവ് കൃത്യമായിട്ട് വേണമെന്നില്ല. ഒരു 1/4 സ്പൂണ് അല്ലെങ്കിൽ ഒരു 10-15 തുള്ളി അത്രയും മതിയാവും. നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, അതത്ര വലിയ ദോഷമുള്ള സാധനമൊന്നുമല്ല. നമ്മൾ ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മിക്സ് ആവുന്നൊരു സാധനമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആവുക. അപ്പോൾ എന്നിട്ട് നമ്മളിത് ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ച് കൊടുക്കുക. ഇതുകൊണ്ട് ടിഷ്യൂ പേപ്പറാണ് നനച്ച് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് സീഡ്സ് പല ഭാഗത്തായിട്ട് വെതറി കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ സീഡ്സ്. പല ഭാഗത്തായിട്ടത് വെതറി കൊടുക്കാൻ പോകും. ഒന്ന് കിളുത്ത് വരത്തക്ക രീതിയിലല്ല, പല ഭാഗത്തായിട്ട് നമ്മളിതാ ചിലയിടത്ത് ഒന്നിച്ച് വീണിട്ടുണ്ട്. നമ്മൾ കുറച്ച് പറ്റാവുന്നത്രയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഒന്നിച്ച് കിളുത്താൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ തമ്മിലേ പരസ്പരം ഇങ്ങനെ ജോയിൻ്റായിട്ട് ഇങ്ങനെ പിണഞ്ഞ് കിടക്കും. നമുക്ക് പിന്നെ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഒന്നിച്ച് ആക്കേണ്ടതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യാൻ തടസ്സമൊന്നുമില്ല, പക്ഷേ അതിങ്ങനെ പിണഞ്ഞ് പരസ്പരം വേരുകൾ തമ്മിൽ കിടക്കുകയെ. അപ്പോൾ അത് നമുക്ക് പാടല്ലേ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മൊത്തം സീഡും തയിട്ടു ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടുവാണ് ഏറ്റവും നല്ലത്. ചില സീഡൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട് പരസ്പരം, കാരണം ഒരു സീഡ് പോട്ടിനകത്തല്ലേ വന്നിരിക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇച്ചിരി അകലെ ഇടുന്നതാണ് നല്ലത് കേട്ടോ. നമുക്ക് വേർതിരിച്ചെടുക്കാൻ എല്ലാം എളുപ്പമുണ്ടാവും. എല്ലാം വേറെ വേറെയാക്കി. ഇപ്പോൾ ഈ സീഡ് നന്നായിട്ടൊന്ന് കുതിർന്നു. പക്ഷേ വിങ്കയുടെ സീഡാണ്, ഹാങ്ങിങ് വിങ്കയുടെ സീഡാണ്. അത്ര പെട്ടെന്നൊന്നും വിങ്കയുടെ സീഡ് പൊട്ടി അതിൻ്റെ തോല് പോയിട്ട് കിളുത്തൊന്നും വരത്തില്ല. നല്ലതായിട്ട് കുതിരണം. അതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് നന്നായിട്ട് സഹായിക്കും അതിൻ്റെ ആ പുറം കവർ പൊട്ടിച്ച് കളയാനായിട്ട്. വിങ്കയുടെ സീഡ് പാകിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, അതിൻ്റെ ആ കറുത്ത സാധനം പോകുന്നില്ലെന്ന് പലരും പരാതി പറയാറുണ്ടല്ലേ.
അപ്പോൾ ആ കറുത്ത സാധനം പോയിട്ട് മൊത്തമായിട്ട് കിളുത്ത് വരാനുള്ളൊരു മാർഗ്ഗമാണ്. ഒരുവിധം നല്ല സീഡാണെങ്കിൽ മുഴുവനും ജെർമിനേറ്റ് ചെയ്യും കേട്ടോ. ഒന്നോ രണ്ടോ എണ്ണം ഈ വിത്ത് ഉണ്ടാകുമ്പോൾ ഉള്ള ഡാമേജ് ഉള്ളതല്ലാതെ എല്ലാം തന്നെ കിളുത്ത് വരാറുണ്ട്. അപ്പോൾ ഇതാണ് നല്ല മെത്തേഡാണ്. ഇനി നമ്മളിത് ഇങ്ങനെ മടക്കും. ഞാൻ പല ഭാഗങ്ങളായിട്ട് എങ്ങനെ വേണമെങ്കിലും മടക്കാം കേട്ടോ, ഇന്ന പോലെ മടക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പല ഭാഗത്തായിട്ട് മടക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു പീസായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നമ്മളിത് ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കാണിക്കാം. ഇത് ഞാൻ ഇന്നലെ കിളിപ്പിക്കാൻ വെച്ചിരുന്ന വിങ്കയുടെ സീഡാണ്. ഇന്നലെ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചതാണ്. അപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ ഇരുന്ന സീഡ് ബാക്കിയുള്ളവരോട് തന്നെ കിളിപ്പിക്കുമ്പോൾ വീഡിയോ എടുത്തേക്കാമെന്ന് ഓർത്ത് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ കിളിപ്പിക്കാൻ വെച്ചത്. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി താഴോട്ട് വെച്ചിട്ട് ലാസ്റ്റ് ചെയ്ത് ഇന്നത്തെ അല്ലേ, അപ്പോൾ ഏറ്റവും അടിയിൽ അത് വെക്കും. ഇതാണ് ഇന്നത്തേത്. അപ്പോൾ ലാസ്റ്റ് ഇത് വെക്കാൻ പോവാണ്. അപ്പോൾ ഇതിവിടെ നിന്ന് ജെർമിനേറ്റ് ചെയ്തോളും. ഒത്തിരി തിക്കി അടച്ച് വെക്കാതെ ഇച്ചിരി ഗ്യാപ്പിട്ട് ഇങ്ങനെ വെക്കുക. ഇതാ കംപ്ലീറ്റായി. അപ്പോൾ ഇതിനി നമ്മളിങ്ങനെ അടച്ച് വെക്കും, എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കും. അതിനകത്ത് വായു കൊണ്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കുമ്പോഴത്തേനും നമുക്കിത് ഒരു 8 ദിവസം കൊണ്ട് ജെർമിനേറ്റ് ചെയ്ത് കിട്ടും. ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗ്ലാസ്സുകളിലേക്ക് ഇത് ഞാൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീഡ് താഴെ വീണ് പോകും. അല്ല, സീഡല്ലല്ലോ, മറ്റേ തൈകൾ ഇങ്ങനെ നമ്മൾ നേരിട്ട് കിളിപ്പിച്ചാൽ മണ്ണിൽ പല അസുഖങ്ങളുണ്ട്. അപ്പോൾ ആ വിത്തുകളൊക്കെ കിളുത്താലും ശരി അത് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്താൽ വിത്തുകൾക്ക് വലിയ കേടുകളൊന്നും വരത്തില്ല. ഇത് കണ്ടോ, ഇത് ഞാൻ ഇന്നലെ പെറ്റൂണിയയുടെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. പെറ്റൂണിയയുടെ സീഡ്സ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്താലൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് സീഡുകളാണ് കേട്ടോ. അത് അകത്താണ് ഇരിക്കുന്നത്, ഓപ്പൺ ചെയ്യുന്നില്ല. പെറ്റൂണിയയുടെ സീഡ്സ് ഇങ്ങനെ കിളിപ്പിക്കാൻ വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിളുക്കും. പക്ഷേ ഇതിങ്ങനെ വേർതിരിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര ക്ഷമ വേണം. ക്ഷമയോടെ ഇരുന്ന് ഓരോ തൈകളും കിളുത്ത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നും മാറ്റിയത് കണ്ടോ, എന്ത് ചെറിയതാന്ന് നോക്കിയാൽ കിളുത്ത കണ്ണിൽ പോലും കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയും ചെറിയ സാധനങ്ങൾ നമ്മൾ ഈ തൈകളായിട്ടുള്ളത് നമ്മളെടുത്ത് ഓരോന്നോരോന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാനുള്ള ക്ഷമയൊന്നും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാനിത് നേരിട്ട് മണ്ണിൽ ടിഷ്യൂ പേപ്പറോട് വെക്കും, ചെറുതായിട്ടൊരു ലെയർ മണ്ണിട്ട് കൊടുത്ത്. അപ്പോൾ അത് പറ്റുന്നതെല്ലാം അതിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്ത് വന്നോളും. അപ്പോൾ എന്തായാലും പെറ്റൂണിയുടെ സീഡ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിടിപ്പിക്കുന്നത്. അപ്പം സീഡ്സ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് വരും. ഇത് ഹാങ്ങിങ് വിങ്കയുടെ വിത്തുകൾ കിളുത്തേക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, കാണാമല്ലോ അല്ലേ. എല്ലാത്തിനും ഇലകൾ വരുന്നൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനിത് മാറ്റി കുത്തി കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടിനത്തിൻ്റെ വിത്തുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ എനിക്ക് സൺഫ്ലവർ, മറ്റേ ടെഡി ബിയർ, അതിൻ്റെ വിത്തുകളുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് ഒത്തിരി എമൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി താമസം വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് 2 ദിവസം മുമ്പേ വേണമെങ്കിൽ കുത്തി കൊടുക്കാമായിരുന്നു. 2 ദിവസം കൂടി ഇരുന്നോളും, കുഴപ്പമില്ല. നമ്മളിതിനകത്ത് തന്നെ ഇതിങ്ങനെ അടച്ച് വെച്ചേക്കും. അപ്പോൾ അത് അതിനകത്ത് തന്നെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇതും ഹാങ്ങിങ് വിങ്കയുടെ വിത്തുകളാണ്. നല്ലതായിട്ട് കിളുത്തിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ വിത്തുകൾ കിളുക്കുന്നുണ്ട് കണ്ടോ. ഇതിപ്പോൾ നാളെ തന്നെ എനിക്കിത് പോട്ട് ചെയ്യണം, അല്ലാതെ ഇത് പ്രശ്നത്തിലാകും. കാരണം ഇതിന് ആരോഗ്യത്തെ ബാധിക്കും. കാരണം ഇതിന് വളം ആവശ്യമാണ്. അപ്പം ഇതിനകത്ത് തന്നെ ഇരുന്ന് വരുമ്പോഴത്തേനും അത് പ്രശ്നമാകണ്ട. നാളെ തന്നെ ഞാനിത് ഗ്ലാസ്സുകളിലേക്ക് കുത്തി കൊടുക്കും. ഞാൻ ഇത്രയും വിത്തുകളാണ് തൽക്കാലം കിളിപ്പിക്കാനായിട്ട് വെച്ചത്. ഒരു വിത്ത് പോലും കൂടാതെ കിളുത്തിട്ടിട്ടുണ്ട് കണ്ടോ. ടിഷ്യൂ പേപ്പറിലാണ് വെച്ചത്. എല്ലാ വിത്തുകളും കിളുത്തിട്ടിട്ടുണ്ട് കണ്ടോ. ഇതാ തൊടുമ്പളതായിട്ട് പൊഴിഞ്ഞ് വീഴുന്നുണ്ട് കണ്ടോ. എല്ലാ വിത്തുകളും കിളുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് നടാൻ പോവാണ് കേട്ടോ. വെച്ച സീഡുകളെല്ലാം തന്നെ കിളുത്തിട്ടിട്ടുണ്ട്. ഒന്നും കിളുക്കാതെ ഇല്ല. നമ്മൾ കിളിപ്പിക്കാൻ എന്തുമാത്രം സീഡ് വെച്ചോ ആ സീഡുകളെല്ലാം തന്നെ ജെർമിനേറ്റ് ചെയ്തു. ഇതെല്ലാം അടീനിയത്തിൻ്റെ വിത്തുകളാണ് കേട്ടോ. ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇതിപ്പം സൺഫ്ലവറിൻ്റെ സീഡ്സാണ് മുളച്ചേക്കുന്നത് കേട്ടോ.
അപ്പോൾ ചിലപ്പോൾ ചില പഴകിയ സീഡ്സ് നമുക്ക് മുളച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഒത്തിരി പഴക്കമില്ലാതെ ഉള്ള ചെറിയ പഴക്കമൊക്കെ ഉള്ളെങ്കിൽ മുളച്ച് കിട്ടുന്നില്ലെങ്കിൽ നമ്മളതിനകത്ത് ഒരു നുള്ളു പഞ്ചസാര ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഈ സൊല്യൂഷനകത്ത് തന്നെ വിത്തുകൾ മുക്കി വെച്ചിട്ട് മുളപ്പിച്ചാൽ മതി. അപ്പോൾ ഈസി ആയിട്ടത് നമുക്ക് മുളച്ച് കിട്ടിക്കോളും. വിത്തുകൾ പൊട്ടി മുളയ്ക്കാനുള്ള ഊർജ്ജമില്ലാഞ്ഞിട്ടാണ് അങ്ങനത്തെ വിത്തുകൾ മുളയ്ക്കാത്തത്. അപ്പം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം ആ ഊർജ്ജം, അതിന് ആവശ്യമായ ഊർജ്ജം ലഭിച്ചുകൊള്ളും. ഒരു നുള്ളു പഞ്ചസാര ഈ ലായനിയുടെ കൂടെ ചേർത്താൽ മതി. ഇത് പോട്ട് ചെയ്ത് ഇച്ചിരി വലുതാകുമ്പോൾ ഉള്ള അവസ്ഥ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്